നമസ്കാരം കൂട്ടുകാരെ, 2014 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ആക്ഷൻ ചലച്ചിത്രം ഇൻ ദ ബ്ലഡ് എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. കഥ ആരംഭിക്കുന്നത് ആവ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വർഷം 2002 അവളുടെ ഓർമ്മയിൽ ആ ദിവസം ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് കടന്നു കയറിയ 2 അക്രമകാരികൾ അവളുടെ കൺമുമ്പിൽ വെച്ചിട്ടായിരുന്നു അവളുടെ അച്ഛനെ കൊലപ്പെടുത്തിയത്. അച്ഛന്റെ തന്നെ ഷോട്ട് ഗൺ എടുത്ത് അവൾ ആ 2 അക്രമകാരികളെയും വെടിവെച്ചു കൊന്നു. ആ സംഭവം അവളിൽ വലിയ ആഘാതം തന്നെ തീർത്തിരുന്നു. ആ ട്രോമ അവളുടെ ഉള്ളിൽ നിലകൊണ്ടുപോന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ അവൾ മയക്കുമരുന്നുകളിൽ അഭയം തേടി. വർഷങ്ങളോളം അതിങ്ങനെ തുടർന്നു പോന്നുകൊണ്ടേയിരുന്നു. അവൾ തന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അവളുടെ അച്ഛൻ അവർ ജീവിച്ചിരുന്ന പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ക്രിമിനലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും തന്റെ മക്കൾക്ക് നേരെയും ഒരാക്രമണം സംഭവിച്ചേക്കാം എന്ന് മുൻകൂട്ടി കണ്ടിരുന്ന ആ അച്ഛൻ ചെറുപ്പത്തിലെ തന്നെ ആവയെ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. വർഷങ്ങൾ കൊണ്ട് തന്റെ ആ ഡാർക്ക് ലൈഫിൽ നിന്നും ആവ പുറത്തു കടന്നു. അങ്ങനെ ആവയുടെ വിവാഹ ദിവസമായിരിക്കുകയാണ്. ഡെറക് ഗ്രാൻഡ് എന്ന വ്യക്തിയുമായിട്ടായിരുന്നു ആവയുടെ വിവാഹം നടക്കാനിരുന്നത്. ഡെറക്കും ആവയും കണ്ടുമുട്ടുന്നത് ഒരു നാർക്കോട്ടിക് അനോണിമസ് മീറ്റിംഗിലാണ്. അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച്. ഡെറക് വളരെയധികം സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. അവർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴേ ഡെറക്കിന്റെ അച്ഛൻ റോബർട്ട് ആവയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് നല്ല രീതിയിൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിവാഹത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ നല്ല പെൺകുട്ടിയാണെന്നും തനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ മതി എന്നും ഡെറക് ഉറച്ചു നിന്നു. അവരുടെ വിവാഹവും നടന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് അവർ ഹണിമൂണിനായി കരീബിയൻ ദ്വീപിലേക്ക് പോവുകയാണ്. അവിടെ ഡെറക്കിന്റെ കുടുംബത്തിന് ഒരു വെക്കേഷൻ ഹോം ഉണ്ടായിരുന്നു. അവർ ഡെറക്കിന്റെ ദ്വീപിലെ വസതിയിലേക്ക് എത്തിച്ചേർന്നു. ചെറുപ്പത്തിലുള്ള ഡെറക്കിന്റെ ഫോട്ടോയൊക്കെ അവിടെ ഭിത്തിയിൽ തൂക്കപ്പെട്ടിരുന്നു. ഡെറക്കും ആവയും അതൊക്കെ എൻജോയ് ചെയ്തു. ബീച്ചിനോട് ചേർന്നിട്ടായിരുന്നു അവരുടെ ആ വീടുണ്ടായതും. ഡെറക്കിന്റെ അമ്മ കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയതായിരുന്നു. ഐലൻഡിലെ ടൂറിസ്റ്റ് വിനോദങ്ങളിൽ പലതിലും ഏർപ്പെട്ട് ആവയും ഡെറക്കും എൻജോയ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ പോവുകയാണ്. അവിടെ വെച്ച് അവിടുത്തെ ലോക്കലായ മാനി എന്ന പയ്യനെ അവർ പരിചയപ്പെട്ടു. മാനി ടൂർ ഗൈഡായൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കരീബിയൻ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ അവരെ സഹായിക്കാം എന്ന് മാനി പറഞ്ഞു. ആ സമയം ദ വിഡോ മേക്കർ എന്നറിയപ്പെടുന്ന വലിയ മലനിരയെപ്പറ്റി മാനി അവരോട് സംസാരിക്കുകയാണ്. അവിടെ ഏറ്റവും ഉയരത്തിൽ സിപ്പ് ലൈൻ ഉണ്ട്. ഏകദേശം 1 മൈലോളം നീളമുള്ളത്. അത്രമേൽ ആഴമാണ് 2 മലനിരകളെ കണക്ട് ചെയ്യുന്ന ആ സിപ്പ് ലൈനിനുള്ളത്. അതൊക്കെ കേട്ട് ഏറെ ഇൻട്രസ്റ്റഡ് ആയ അവർ മാനിയുടെ കൂടെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അന്ന് വൈകിട്ട് ഐലൻഡിലെ ഒരു ക്ലബിലേക്ക് ന്യൂലി വെഡ്സായി അവരെ മാനി ക്ഷണിക്കുകയാണ്. അന്ന് രാത്രിയിൽ ആവയും ഡെറക്കും ആ നൈറ്റ് ക്ലബിലേക്ക് എത്തി. അവർ അവിടെ മ്യൂസിക് ഒക്കെ കേട്ട് ഡാൻസ് ചെയ്ത് ഡ്രിങ്ക് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്ന സമയം അവിടുത്തെ ലോക്കൽ ക്രിമിനൽ ബോസായ ബിഗ് ബിസ് എന്നൊരു വ്യക്തി അതേ നൈറ്റ് ക്ലബിൽ ഉണ്ടായിരുന്നു. ആവയെ കണ്ടതും അയാൾക്ക് ആവയുടെ മേൽ ചെറിയ താല്പര്യം തോന്നി. അതോടെ ആവയോട് ഫ്ലേർട്ട് ചെയ്യാനും ഒപ്പം ഡാൻസ് കളിക്കാൻ അയാൾ ആവശ്യപ്പെടാനുമൊക്കെ ആരംഭിച്ചു. ഡെറക് അത് തടയാൻ നോക്കിയതും ബിഗ് ബിസ് അതൊന്നും വില പോലും കൊടുത്തില്ല. മാനിയും ബിഗ് ബിസിനെ തടയാൻ ശ്രമിച്ചെങ്കിലും മാനിയെയും ബിഗ് ബിസ് ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. വൈകാതെ അവിടെ അതൊരു വാക്കുതർക്കത്തിലേക്കും വഴക്കിലേക്കും നീളുകയാണ്. ഒരു ഘട്ടത്തിൽ ബിഗ് ബിസ് ഡെറക്കിനെ തല്ലി. ബിഗ് ബിസ് തന്റെ ഭർത്താവിനോട് അത്തരത്തിൽ മോശമായി പെരുമാറിയത് കണ്ടതും ആവയ്ക്ക് കനത്ത ദേഷ്യം വന്നു. അതോടെ മാർഷൽ ആർട്സ് ഒക്കെ അറിയാവുന്ന ആവ ബിഗ് ബിസിനും സംഘത്തിനുമെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്യുകയാണ്. ആവയുടെ ആ ഫൈറ്റ് കണ്ട് ഡെറക്ക് പോലും അതിശയിച്ചിരുന്നു. ആവയ്ക്ക് ഇത്തരം സ്കില്ലുകളുള്ള കാര്യം ഡെറക്കിനപ്പോൾ അറിവുണ്ടായിരുന്നതുമല്ല. തിരിച്ച് അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആവയുടെ ഫൈറ്റിനെ പറ്റി തന്നെയായിരുന്നു മാനി പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിൽ തമാശയും മറ്റുമുള്ളതുകൊണ്ട് ഏവരും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത പകലിൽ പുലർച്ചെ തന്നെ മാനി ആവയുടെയും ഡെറക്കിന്റെയും വീട്ടിലേക്കെത്തി. ബിഗ് ബിസും കയ്യാളുകളും അവരെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ഡെറക് അല്പം പാനിക് ആവാൻ തുടങ്ങിയതും താൻ പറഞ്ഞത് കളവാണെന്ന് ചിരിയോടെ പറഞ്ഞ മാനി അവരെ താൻ സിപ്പ് ലൈനിലേക്ക് കൊണ്ടുപോവാനാ വന്നത് എന്ന കാര്യം അറിയിച്ചു. അങ്ങനെ ഫോറസ്റ്റിന് മുകളിലുള്ള മലനിരകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന സിപ്പ് ലൈനിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. ഉയരം ഭയമായിരുന്ന ആവ സിപ്പ് ലൈനിൽ കയറുവാൻ മടിക്കുന്നുണ്ട്. പക്ഷേ മാനിയും ഡെറക്കും ധൈര്യം പകർന്നപ്പോൾ ആവ അതൊന്ന് ട്രൈ ചെയ്യുവാൻ തയ്യാറായി. ആദ്യത്തെ സിപ്പ് ലൈൻ ട്രിപ്പ് അത്രമേൽ നല്ലതായിരുന്നു. ആവയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. അതോടെ ആവയ്ക്ക് കുറച്ച് കോൺഫിഡൻസും വന്നു. അതോടെ മാനി അവരെ കൂടുതൽ ചലഞ്ചിങ് ആയ മറ്റൊരു സിപ്പ് ലൈൻ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടുതൽ ഉയരത്തിലുള്ള കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു സിപ്പ് ലൈൻ ലൊക്കേഷൻ ആയിരുന്നു അത്. ഡെറക്കിന് അതിൽ വലിയ ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അവർ അവിടെ
എത്തി. ആദ്യം മുമ്പോട്ട് പോകുവാൻ ഡെറിക്കായിരുന്നു മുന്നിട്ട് വന്നത്. സിപ്ലൈൻ മാനേജ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഡെറിക്കിന് ബെൽറ്റൊക്കെ ധരിപ്പിച്ച് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു. ഡെറിക് സിപ്ലൈനിൽ സഞ്ചരിച്ചു തുടങ്ങി. പക്ഷേ ഡെറിക് പാതി വഴി പിന്നിട്ടതും സിപ്ലൈനുമായി കണക്ട് ചെയ്തിരുന്ന ഡെറിക്കിന്റെ സേഫ്റ്റി ബെൽറ്റ് പൊട്ടുകയാണ്. അതോടെ ജീവൻ രക്ഷിക്കാൻ ഡെറിക് സിപ്ലൈനിൽ തൂങ്ങിക്കിടന്ന് അലറി വിളിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് ആവയും വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട്. മാനി അങ്ങോട്ടേക്ക് ചെന്ന് ഡെറിക്കിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ രക്ഷപ്പെടുത്തൽ എളുപ്പമായിരുന്നില്ല. ഡെറിക് അവിടെ വെച്ച് പൂർണ്ണമായും പിടിവിട്ട് സിപ്ലൈനിൽ നിന്നും താഴെ കാട്ടിലേക്ക് പതിക്കുകയാണ്. പതിക്കുന്നത് കണ്ടതും വലിയ ഞെട്ടലുണ്ടായെങ്കിലും ധൈര്യം വീണ്ടെടുത്തിയാവ മറ്റൊന്നും ചിന്തിക്കാതെ കാടിനുള്ളിലേക്ക് ഓടി. ഒടുവിൽ തിരച്ചിലിനൊടുവിൽ ആവ ഡെറിക്കിനെ കണ്ടെത്തി. ഡെറിക്കിന്റെ കാൽ വലിയ തോതിൽ ഒടിഞ്ഞ് എല്ല് പുറത്തു വന്നിരുന്നു. അവശ നിലയിലായിരുന്നു ഡെറിക്ക് കിടന്നിരുന്നതും. ഡെറിക്കിന്റെ പക്കലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടതും ആവ മനസ്സിലാക്കുന്നുണ്ട്. പിന്നാലെ അങ്ങോട്ടേക്കൊരു ആംബുലൻസ് ആവ അവിടുത്തെ ഉദ്യോഗസ്ഥന്റെയും മാനിയുടെയും സഹായത്തോടെ വിളിച്ചു വരുത്തി. അതിനകത്തേക്ക് ഭർത്താവിനെ ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ആംബുലൻസിൽ കയറുവാൻ ഹെൽത്ത് ഉദ്യോഗസ്ഥരായിട്ടുള്ള വ്യക്തികൾ ആവയെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ റൂൾ അനുസരിച്ച് ആംബുലൻസിൽ പുറത്തുനിന്നുള്ളവർ സഞ്ചരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്. ഡെറിക്കിനെ കൊണ്ടുപോകുന്ന ആശുപത്രിയുടെ കാർഡ് ഉദ്യോഗസ്ഥൻ ആവയ്ക്ക് കൈമാറി. ഒമർ എന്നായിരുന്നു അയാളുടെ പേര്. മറ്റു വഴികളില്ലാതെ ആവ തന്റെ ഹസ്ബൻഡിനെ ആംബുലൻസിൽ കയറ്റിവിട്ടു. പിന്നാലെ അവിടെ നിന്നും ഒരു മോട്ടോർ ബൈക്ക് സംഘടിപ്പിച്ച് ആംബുലൻസിന്റെ പിന്നാലെ വെച്ചുപിടിക്കുകയാണ്. പക്ഷേ പോകുന്ന വഴിയിൽ വെച്ച് ആവയ്ക്കൊരു അപകടം പറ്റി. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് ആവ എത്തുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ആശുപത്രിയിലെത്തി അവിടെ ഡെറിക്കിനെ ചോദിച്ചെങ്കിലും ഡെറിക് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല, ആരും കൊണ്ടുവന്നിട്ടില്ല എന്നായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെ മറുപടി. അതോടെ ആവയൽപ്പം പരിഭ്രാന്തിയിലായി. ആ ദ്വീപിലുള്ള ഒട്ടുമിക്ക ക്ലിനിക്കുകളിലും സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളിലും ആവ പോയി തിരക്കിയെങ്കിലും ഡെറിക് അവിടെയൊന്നും എത്തിയിരുന്നില്ല. അതോടെ പൂർണ്ണമായും പല കാര്യങ്ങളിലും സംശയം തോന്നിയ ആവ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈകാതെ ഡെറിക്കിന്റെ അച്ഛനെയും സഹോദരിയെയും വിവരവും അറിയിച്ചു. അവരും കരീബിയൻ ദ്വീപിലേക്ക് വന്നിറങ്ങി. റോബർട്ടിനും സഹോദരി സാൻഡിക്കുമൊപ്പം ആവ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി. അന്വേഷണത്തെ പറ്റിയും ഡെറിക്കിനെ പറ്റിയും തിരക്കി. പോലീസ് ചീഫായ റാമൻ ഗാർസിയായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. നടന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശദമായി പറയുവാൻ റാമൻ ഗാർസ ആവയോട് ആവശ്യപ്പെട്ടു. വന്നതു മുതൽ അതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ആവ ഗാർസയോട് വിശദമായി പറയുകയാണ്. ഡെറിക്കിനെ കണ്ടെത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പണം മോഷണം പോയതായും മനസ്സിലാക്കിയിരുന്നു എന്നാവ പറഞ്ഞതും ഈ കരീബിയൻ ഐലൻഡിൽ നിരവധി ക്രിമിനലുകളും കള്ളന്മാരും ഒക്കെയുള്ളതാണ്. അവർ പണത്തിനായി പണക്കാരുടെ മക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോവലുണ്ട്. ഇതും ചിലപ്പോ അത്തരത്തിലായിരിക്കാം എന്ന് ഗാർസിയ ഒരു ഊഹം പറഞ്ഞു. പിന്നാലെ അവരുടെയൊപ്പം അന്വേഷണത്തിന് റാമൻ ഗാർസയും ഇറങ്ങിത്തിരിച്ചു. അവരൊന്നിച്ച് ആദ്യം പോയത് ഡെറിക്കിന് അപകടം നടന്നു എന്ന് പറയപ്പെടുന്ന സിപ്ലൈൻ ഭാഗത്തേക്കായിരുന്നു. അവിടുത്തെ സിപ്ലൈൻ ഉദ്യോഗസ്ഥനോട് ആവ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി റാമൻ ഗാർസ ചോദിച്ചു. പക്ഷെ തനിക്കങ്ങനൊന്നും ഓർമ്മയില്ല, അതുപോലൊന്നും ഇവിടെ നടന്നിട്ടുള്ളതായി തോന്നുന്നില്ല എന്നൊക്കെയായിരുന്നു അയാൾ മറുപടി പറഞ്ഞത്. അയാളുടെ നുണകൾ കേട്ട് ആവയ്ക്ക് വലിയ ദേഷ്യം തന്നെ വരുന്നുണ്ട്. തുടർച്ചയായി അയാൾ നുണ പറയുന്നു കേട്ടതും നിയന്ത്രണം വിട്ട് ആവ അയാളെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു. റാമൻ ഗാർസിയായിരുന്നു അവളെ പിന്തിരിപ്പിച്ചത്. ശേഷം ആവയെ ഗാർസ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അന്വേഷണത്തിൽ കണ്ടെത്തിയ ആവയും ബിഗ് ബിസും തമ്മിലുണ്ടായ ഫൈറ്റിന്റെ വീഡിയോ അവളെ കാണിച്ചു. ബിഗ് ബിസ് ഇവിടുത്തെ വലിയൊരു ക്രിമിനൽ ആണെന്നും അന്ന് നടന്ന ആ ഫൈറ്റിനൊക്കെ പ്രതികാരം എന്ന രീതിയിൽ ഡെറിക്കിനെ അവർ തട്ടിക്കൊണ്ടു പോയതാകാം എന്നും ഗാർസ അവളോട് പറഞ്ഞു. മൊത്തത്തിൽ അന്വേഷണത്തിലും നടക്കുന്ന കാര്യങ്ങളിലും ആവയ്ക്ക് പന്തികേട് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡെറിക്കിന്റെ മിസ്സിംഗ് പോസ്റ്റർ ഉണ്ടാക്കി ദ്വീപിൽ മുഴുവൻ വിതരണം ചെയ്ത് സ്വന്തം രീതിയിൽ അവൾ ഡെറിക്കിനെ അന്വേഷിക്കാനും മറ്റും ആരംഭിച്ചിരുന്നു. പക്ഷേ എവിടെ നിന്നും ഡെറിക്കിനെ പറ്റി അവൾക്ക് വിവരമൊന്നും ലഭിച്ചതേയില്ല. മറുവശത്ത് ആവയും ക്രിമിനൽസും തമ്മിലുണ്ടായ ഫൈറ്റും അതാണ് ഡെറിക്കിനെ കാണാതാവാൻ കാരണവും എന്നൊക്കെ ചിന്തിച്ച റോബർട്ട് ആകട്ടെ ആവയ്ക്കെതിരെ തിരിഞ്ഞു. ആ ഒരു അവസ്ഥയിൽ ആവയ്ക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. തന്നെ കുറ്റപ്പെടുത്തിയ ഡെറിക്കിന്റെ അച്ഛൻ റോബർട്ടിനോട് ആവയ്ക്ക് വലിയ ദേഷ്യം പോലും തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അവളത് പ്രകടമാക്കാതെ സ്വന്തം രീതിയിൽ ഡെറിക്കിനെ അന്വേഷിച്ച് കണ്ടെത്താൻ തീരുമാനിക്കുന്നു. ആദ്യഘട്ടമെന്ന രീതിയിൽ ആവ ചെയ്തത് സിപ്ലൈൻ ലൊക്കേഷനിലേക്ക് ചെല്ലുകയായിരുന്നു. അവിടെത്തിയ അവൾ സാക്ഷിമൊഴി നുണയായി പറഞ്ഞ ഉദ്യോഗസ്ഥനെ തന്റെ ബെൽറ്റിൽ ബന്ധിപ്പിച്ച് സിപ്ലൈനിലൂടെ യാത്ര ചെയ്ത് കൃത്യം മധ്യഭാഗത്ത് കൊണ്ടു നിർത്തി. ജോൺ ജി എന്ന കള്ളസാക്ഷി പറഞ്ഞ ആ ഉദ്യോഗസ്ഥനോട് അയാളെ താഴേക്കിടും എന്ന് ഭീഷണിപ്പെടുത്തി സത്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടു. ജോൺ ജിയും വല്ലാതെ ഭയന്നിരുന്നു. ആവ തന്നെ താഴേക്കിടും എന്ന് പേടി
പേടിച്ച അയാൾ നടന്നതത്രയും സത്യസന്ധമായി തന്നെ പറഞ്ഞു. ഗ്യാങ്സ്റ്റേഴ്സാണ് ഡെറിക്കിനെ അപകടത്തിൽപ്പെടുത്തുവാൻ പറഞ്ഞ് തന്നോട് ആവശ്യപ്പെട്ടത് എന്നും അയാൾ ആ സമയം പറയുന്നുണ്ടായിരുന്നു. ജോൺസി പറഞ്ഞ ആ വാക്കുകളുമായി ആ റെക്കോർഡിംഗുമായി ആവയുടൻ പോലീസ് സ്റ്റേഷനിലെത്തി. റാമൻ ഗാർസയോട് അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ യഥാർത്ഥ വിവരങ്ങൾ കിട്ടും എന്നും അവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. റാമൻ ഗാർസ ആവയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ജോൺസിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കുറ്റം ചാർത്തിയിട്ടായിരുന്നു അത്. അമേരിക്കൻ ടൂറിസ്റ്റായ ആവയെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ എത്രയും വേഗം ദ്വീപിൽ നിന്ന് നാടുകടത്തുവാനും ആ ഉദ്യോഗസ്ഥൻ തന്റെ സഹപ്രവർത്തകർക്ക് ഉത്തരവ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആവയെ വിലങ്ങണിയിച്ച് കരീബിയൻ ദ്വീപിൽ നിന്നും മറുനാട്ടിലേക്ക് ഫെറിയിൽ നാടുകടത്താനായി കൊണ്ടുപോകുന്നു. പക്ഷേ ഡീപ്പോട്ടിംഗ് ജേണി കുറച്ചധികം സമയമെടുക്കുന്നതാണ്. ഒരു ഘട്ടം എത്തിയപ്പോൾ തനിക്ക് ബാത്റൂമിൽ പോകണം എന്നാവ ആ ഓഫീസറോട് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, താനും കൂടെ വരും എന്നായിരുന്നു ഓഫീസറുടെ മറുപടി. ആവയ്ക്കപ്പോൾ എതിർക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ആവ ബാത്റൂമിലേക്ക് പോയി. ഓഫീസറും അവൾക്കൊപ്പം ബാത്റൂമിൽ കയറി. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആവ ആ അവസരം ഉറ്റുനോക്കുകയായിരുന്നു. ഓഫീസറെ അടിച്ച് ബോധരഹിതനാക്കി അയാളുടെ കയ്യിൽ നിന്നും വിലങ്ങിന്റെ താക്കോലുമെടുത്ത് അതഴിച്ച് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടുന്ന ആവ ബോട്ടിൽ നിന്നും കടലിലേക്ക് എടുത്തു ചാടി തിരികെ കരീബിയൻ ദ്വീപിലേക്ക് നീന്തിക്കയറുകയാണ്. അന്ന് രാത്രിയിൽ ആവ നൈറ്റ് ക്ലബിലേക്ക് എത്തി. മാനിയെ കണ്ടെത്തലായിരുന്നു ആവയുടെ ലക്ഷ്യം. എല്ലാം അറിയാവുന്ന ഒരാൾ മാനിയാണല്ലോ. അവിടെ വെച്ച് ആവ മാനിയെ കണ്ടെത്തി ആക്രമിക്കുന്നു. അവനറിയാവുന്ന സത്യങ്ങൾ പറയുവാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ മാനിക്ക് ഡെറിക് അപ്രത്യക്ഷമായതിനെപ്പറ്റി തട്ടിക്കൊണ്ടു പോയതിനെപ്പറ്റി ഒന്നും അറിവുണ്ടായിരുന്നില്ല. അവനത് ആവർത്തിച്ചു പറയുകയും ആവയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഡെറിക്കിനെ കണ്ടെത്താൻ താൻ ചെയ്തു തരാം എന്നും ആത്മാർത്ഥമായി പറയുകയും ചെയ്യുകയാണ്. ആവ അതിന് സമ്മതിക്കുന്നുണ്ട്. ആവ ഇപ്പോൾ കരീബിയൻ ഐലൻഡിൽ പിടികിട്ടാപ്പുള്ളിയാണല്ലോ. അതുകൊണ്ട് അവളെ സുരക്ഷിതമായി ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ മാനി തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മാനിയുടെ വീട്ടിലെത്തിയ ആവ തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെപ്പറ്റി മാനിയോട് ഡിസ്കസ് ചെയ്തു. അവർക്ക് മുമ്പിലേക്ക് എത്തിയത് ആംബുലൻസ് ഡ്രൈവർമാരായിരുന്നു. ഒമർ എന്ന ആംബുലൻസ് ഡ്രൈവറിന്റെ പേര് ആവയ്ക്ക് ചെറിയ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ പേര് വെച്ച് ഒരാളെ തിരയൽ എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കരീബിയൻ ഐലൻഡിലെ ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ ഒത്തുകൂടുന്ന ഒരിടത്തേക്ക് ആവയെ മാനി കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി. അവിടെ പലതരത്തിൽ അന്വേഷിച്ചെങ്കിലും ഒമറിനെ പറ്റിയുള്ള വിവരമൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ആ സമയമാണ് അവിടെ ഭിത്തിയിൽ ആവയൊരു സിംബൽ കാണുന്നത്. അതേ സിംബൽ ആംബുലൻസ് ഡ്രൈവറുടെ കയ്യിലും പച്ചകുത്തിയിരുന്നത് ആവ ഓർത്തെടുത്തു. അവരാ പോസ്റ്ററിൽ പോയി നോക്കി. അത് കോഴിപ്പോരിന്റെ പോസ്റ്റർ ആയിരുന്നു. അതോടെ അവർ കോഴിപ്പോര് നടക്കുന്ന ആയിടത്തേക്ക് വെച്ചുപിടിക്കുകയാണ്. അവിടെ വെച്ച് ആംബുലൻസ് ഡ്രൈവർ കോഴിപ്പോര് നടക്കുന്നയിടത്തു നിന്ന് ഇറങ്ങി വന്നു പോകുന്നത് ആവ കണ്ടു. മാനി കാറിൽ നിന്നിറങ്ങിപ്പോയ സമയത്തായിരുന്നു അത്. അവരെ കണ്ടതും ആവ അയാളുടെ കാറ് ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. ശേഷം ഒരു ഘട്ടത്തിൽ ആവ ആ ഡ്രൈവറെ കടന്നാക്രമിക്കുകയാണ്. പിന്നാലെ ഡെറിക്കിന് എന്തുപറ്റി എന്നതിനെപ്പറ്റി ആവ അയാളെ ബന്ദിയാക്കി ചോദിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തനിക്കറിയാവുന്നതത്രയും ആ ഡ്രൈവർ പറഞ്ഞു. വീണ്ടും അയാളെ മർദ്ദിച്ച് ആവ അയാളെ അബോധാവസ്ഥയിലാക്കി. ശേഷം അയാളുടെ ഫോൺ എടുത്ത് അതിൽ നിന്നും ഒമറിനെ വിളിച്ചു. തന്റെ കൂട്ടുകാരനെ ആവ ബന്ദിയാക്കിയതറിഞ്ഞ ഒമർ വൈകാതെ ആവ പറഞ്ഞിടത്തേക്ക് എത്തുകയാണ്. ഒമറിനെയും ആവ കടന്നാക്രമിച്ചു. ഒന്നും പറയാതെ ഒമർ പ്രതികരിച്ചു നിന്നതോടെ ഒരു ഘട്ടത്തിൽ ആവ ഒമറിനെ നിയന്ത്രണം വിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആവയുടെ ആ പ്രവൃത്തി ആവയെ തന്നെ കൊടുക്കുന്നതായിരുന്നു. ആവ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഒമറിന്റെ കൊലക്കുറ്റമടക്കം ആവയുടെ തലയിൽ വന്നിരുന്നു. പക്ഷേ വൈകാതെ പോലീസ് അവളെ ബന്ദിയാക്കി കൊണ്ടുപോകുമ്പോൾ ആവ ഒരു കാര്യം മനസ്സിലാക്കി. പോലീസ് തന്നെ എൻകൗണ്ടർ ചെയ്യാനുള്ള പദ്ധതിയിലാണ്. അത് തിരിച്ചറിഞ്ഞതോടെ വിലങ്ങുകളൊക്കെ കയ്യിൽ നിന്ന് ഒരു തരത്തിൽ ഊരിയെടുത്ത് പോലീസ് സംഘത്തെ ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തി ആവ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ശേഷം ആവ ചീഫ് ഗാർസയെ ഫോൺ ചെയ്യുകയാണ്. അയാളുടെ മകളുടെ മുറിയിലേക്ക് വരാൻ ഗാർസയോട് ആവ ആവശ്യപ്പെട്ടു. ഭയന്ന ഗാർസ തോക്കെടുത്ത് മകളുടെ മുറിയിലേക്ക് എത്തിയപ്പോൾ കണ്ടത് മകളെ തോക്കിൻ മുനയിൽ വെച്ച് നിൽക്കുന്ന ആവയെയായിരുന്നു. ഗാർസ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. തന്റെ തോക്കടക്കം താഴെ വെച്ച് ആവയ്ക്ക് മുമ്പിൽ ഗാർസ കീഴടങ്ങുന്നു. നടന്നതിന്റെ സത്യാവസ്ഥ പറയുവാൻ ഗാർസയോട് ആവ ആവശ്യപ്പെട്ടു. തനിക്കറിയാവുന്ന കാര്യങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ഗാർസ പറയുകയാണ്. അന്ന് പരിക്കേറ്റ ഡെറിക്കിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ഡോക്ടർ ചികിത്സിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു. ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് ഡെറിക് കൊല്ലപ്പെടുകയായിരുന്നു.
പറയുകയായിരുന്നു ഡോക്ടർ എൽബാറും റാമൻ ഗാർസയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. പണ്ട് റാമൻ ഗാർസയുടെ മകൾ മരണപ്പെടുമെന്നൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഹെൽപ്പ് ചെയ്തതും മറ്റും ഡോക്ടർ എൽബാറാണ്. മാത്രമല്ല ഗാർസയുടെ ചില രഹസ്യങ്ങളും എൽബാറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എൽബാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റാമൻ ഗാർസ ഡെറിക്കിന്റെ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതത്രയും. ഒക്കെ ഏറ്റുപറഞ്ഞതിനു ശേഷം പോലീസ് ചീഫ് റാമൻ ഗാർസയ്ക്ക് തന്റെ പ്രവൃത്തികളിൽ വലിയ കുറ്റബോധം തോന്നിയിരുന്നു. ആവയോടും ഡെറിക്കിനോടും താൻ ചെയ്തത് നീതികേടാണ് എന്ന് തോന്നിയ അയാൾ അന്ന് അവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു. ഡെറിക് മരണപ്പെട്ടു എന്ന വാർത്ത ആവയെ തകർക്കുന്നതായിരുന്നു. വേദനയോടെ കരഞ്ഞുകൊണ്ടായിരുന്നു ആവയെന്ന മാനിയുടെ വീട്ടിലേക്ക് എത്തിയത്. ഡെറിക് മരണപ്പെട്ട കാര്യം അവൾ മാനിയോട് പറഞ്ഞു. വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. മാനി അതോടെ ആവയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തന്റെ ഡെറിക്കിനോട് അത്രമേൽ ക്രൂരത കാണിച്ചവരെ വെറുതെ വിടാൻ ആവ ഉദ്ദേശിച്ചിരുന്നില്ല. ഇത്രമേൽ തന്നെ ബുദ്ധിമുട്ടിച്ചത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറും സ്റ്റാഫുകളുമാണ്. ആവ ആദ്യമേ തന്നെ ചെന്നത് ഹോസ്പിറ്റലിൽ ഡെറിക്കിനെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് തന്നെ മടക്കി അയച്ച റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്കായിരുന്നു. റിസപ്ഷനിസ്റ്റിനെ ആക്രമിച്ച് ആവ കൊലപ്പെടുത്തി. ശേഷം അവളുടെ ഐഡിയും മോഷ്ടിച്ച് നേരെ ഡോക്ടർ എൽബാറിന്റെ മുമ്പിലെത്തി. ഡോക്ടർ എൽബാറിനെയും ആവ കടന്നാക്രമിക്കാൻ ആരംഭിച്ചു. ശേഷം ഡെറിക്കിന്റെ ബോഡി നിങ്ങൾ എന്തു ചെയ്തു എന്ന് ഡോക്ടർ എൽബാറിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. താൻ കൊല്ലപ്പെടും എന്ന് ഭയന്നിരുന്ന എൽബാർ അവിടുത്തെ CCTV ഫൂട്ടേജ് ദൃശ്യങ്ങളിലേക്ക് നോക്കുവാൻ ആവയോട് ആവശ്യപ്പെടുകയാണ്. ആവ നോക്കുമ്പോൾ ഒരു ഗ്യാങ്സ്റ്റർ സംഘം പുറമേ നിന്നും തന്റെ ഭർത്താവ് ഡെറിക്കിനെ ജീവനോടെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുവരുന്നത് അവൾ നോക്കിക്കണ്ടു. സിവിയോ ലൂഗോ എന്ന ഗ്യാങ്സ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു ഡെറിക്കിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. താൻ മരിച്ചാൽ ഡെറിക്കും മരിക്കും എന്ന് ഡോക്ടർ എൽബാർ പറഞ്ഞു. തന്റെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്താൻ ഒരവസരം ഡോക്ടർ എൽബാറിന് തരാം എന്ന് പറഞ്ഞ ആവ എൽബാറിന്റെ കഴുത്തിലേക്ക് തന്റെ തോക്ക് ചേർത്തു വെച്ചു. ഡോക്ടർ എൽബാറും അതിനെ സമ്മതിച്ചു. അങ്ങനെ നേഴ്സിന്റെ വേഷത്തിൽ ആവയും ഡോക്ടർ എൽബാറിനൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. വൈകാതെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആവ മനസ്സിലാക്കുകയായിരുന്നു. ഗ്യാങ്സ്റ്റർ ലീഡറായ ലോഗോസിന് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പേരുള്ള സീരിയസ് ക്യാൻസർ ആണ്. അതിനുള്ള ഒരേ ഒരു ചികിത്സ പൈനൽ മാരോ മാറ്റിവെക്കലായിരുന്നു. അതിനുവേണ്ട ശസ്ത്രക്രിയയായിരുന്നു അവിടെ നടക്കാൻ പോകുന്നത്. മുമ്പ് തന്നെ ഡോക്ടർ എൽബാറിനോട് ഒരു മാച്ച് കിട്ടിയാൽ അറിയിക്കണം എന്ന് ഗ്യാങ്സ്റ്റർ ലോഗോ അറിയിച്ചിരുന്നു. ഡെറിക് എത്തിയപ്പോൾ ഡെറിക്കും എൽബാറും തമ്മിൽ മാച്ച് കണ്ടിട്ടായിരുന്നു ഡോക്ടർ ലോഗോയെ വിവരമറിയിച്ചത്. അങ്ങനായിരുന്നു ഗ്യാങ്സ്റ്റർ ലോഗോ ഡെറിക്കിനെ കടത്തിക്കൊണ്ടു പോയതുപോലും. അങ്ങനെ ബാക്കി ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം അന്ന് ഓപ്പറേഷൻ നടത്താനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നതും. കാര്യങ്ങൾ ഒതുക്കി തീർക്കുവാൻ യഥാർത്ഥ സത്യം പറയാതിരുന്ന ഡോക്ടർ പോലീസ് ചീഫ് ഗാർസയോട് ഡെറിക് മരിച്ചെന്ന് പറഞ്ഞ് കേസ് ഒതുക്കി തീർക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. കാര്യങ്ങൾ അത്രയും ആവയ്ക്ക് മനസ്സിലായി. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആവ തന്റെ ഗണ്ണെടുത്ത് ലോഗോയുടെ കയ്യാളുകളെ ബന്ദിയാക്കി. ശേഷം ഡെറിക്കിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ ആരംഭിച്ചു. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. അവിടെ ഷൂട്ടൌട്ടും മറ്റും അരങ്ങേറുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ഘട്ടത്തിൽ ലോഗോയെ തന്നെ ബന്ദിയാക്കി അവിടെ നിന്ന് ആവ ഡെറിക്കിനെയും രക്ഷപ്പെടുത്തി പോവുകയാണ്. എല്ലാം നശിപ്പിച്ച ആവയോട് താൻ പ്രതികാരം തീർക്കും എന്നൊക്കെ വണ്ടിയിലിരുന്ന് ആ സമയം ലോഗോ പറയുന്നുണ്ടായിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ ലോഗോ ആവയുടെ കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടുകയും ചെയ്തു. ലോഗോ പുറകെ തന്നെ ചേസ് ചെയ്തു വന്നിരുന്ന തന്റെ കയ്യാളുകളുടെ കൂട്ടത്തിൽ ചേരുകയാണ്. ആവയും ഡെറിക്കും ആകട്ടെ മാനിയുടെ സഹായത്തോടെ പല വഴികളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ സുരക്ഷിതമായി മാനിയുടെ അടുത്ത് എത്തിച്ചേർന്നു. ഉൾഗ്രാമത്തിലുള്ള ഒരു വില്ലേജിൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ വേണ്ടിയായിരുന്നു മാനി അവരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ അന്വേഷിച്ച് ലോഗോയും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. അവിടുത്തെ ഗ്രാമവാസികളോട് ആവയെയും ഡെറിക്കിനെ പറ്റിയും ലോഗോ അന്വേഷണം ആരംഭിച്ചു. അവിടുത്തെ ഒരു താമസക്കാരനിൽ നിന്നും ആവയുടെ ലൊക്കേഷൻ ലോഗോയ്ക്ക് ലഭിക്കുകയാണ്. അതോടെ തന്റെ ഗ്യാങ്സ്റ്റർ സംഘവുമായി ലോഗോ അവർ താമസിക്കുന്ന വീടിന് മുമ്പിലേക്ക് എത്തി ചുറ്റിവളഞ്ഞു. ആവയ്ക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നടക്കുന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലാണ്. ഒരു ഘട്ടത്തിൽ ആവ നേരെ ലോഗോയുടെ മുമ്പിലെത്തി. ലോഗോയുമായി തന്നെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. അപ്പോഴേക്കും ഗ്രാമവാസികൾ തടിച്ചുകൂടി ഫൈറ്റ് കാണാൻ ആരംഭിച്ചിരുന്നു. വിവരമറിഞ്ഞ പോലീസും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പോലീസ് വരുന്ന കണ്ടതും ആവ ലോഗോയെ കത്തി ചൂണ്ടി ബന്ദിയാക്കി വെച്ചു. ലോഗോയും ഗ്യാങ്സ്റ്റേഴ്സും ആകട്ടെ ആവയെ പിടികൂടാനും തങ്ങൾ അവർക്ക് പണം തന്നതല്ലേ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെയായിരുന്നു
അറിഞ്ഞിരുന്നു അവിടുത്തെ ക്രിമിനൽ ബോസായ ബിഗ് ബിസ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അവിടെയുള്ള ആരോടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും ഇവിടുത്തെ ജനങ്ങൾ കരീബിയൻ ദ്വീപിലെ ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്താ ജീവിക്കുന്നത്, അതിന് പ്രശ്നങ്ങളൊന്നും വരുത്തിയേക്കരുത് എന്നും ഗൗരവത്തിൽ പറഞ്ഞു. ബിഗ് ബിസ് പിന്നാലെ ആവയുടെ അടുത്തേക്ക് ചെന്ന് ലോഗോയെ മോചിപ്പിക്കാനും കഴുത്തിൽ നിന്ന് കത്തിയെടുക്കാനും ആവശ്യപ്പെട്ടു. ആദ്യം ആവ മടിച്ചു നിന്നെങ്കിലും ഒക്കെയും താൻ കൈകാര്യം ചെയ്തോളാം എന്ന് ബിഗ് ബിസ് പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ആവ തന്റെ കയ്യിലുള്ള കത്തി ബിഗ് ബിസിന് കൈമാറി. ബിഗ് ബിസ് തന്നെ ലോഗോയെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. ശേഷം ആവയ്ക്കും ഡെറിക്കിനും നേരെ തിരിഞ്ഞ ബിഗ് ബിസ് എത്രയും വേഗം ഈ ദ്വീപ് വിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പൊക്കോളൂ എന്നും വ്യക്തമാക്കി. ആവയും ഡെറിക്കും പിന്നെ മടിച്ചില്ല. അവിടെ നിന്നും ഒരു സ്പീഡ് ബോട്ടിൽ കരീബിയൻ ദ്വീപ് വിട്ട് നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.